ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ 40-ാമത്തെ അധ്യായമാണ് വിശകലനം ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായും 4 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് ദുസ്വപ്നങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും. അതായത് ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഭയവും ഉത്കണ്ഠയും എല്ലാം മരണദിനത്തെക്കുറിച്ചാണ്. കോപം, ക്രോധം, ആകുലത, അസൂയ, അസ്വസ്ഥത, മരണഭീതി, മത്സരം എന്നിവയ്ക്കെല്ലാം അധീനരാവുന്നവരുണ്ട്. അവരാരൊക്കെയാണ് എന്ന് 3-4 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ ഏവരും. അപ്പോൾ ഇവരെല്ലാം ഇവയ്ക്ക് അധീനരാവുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് അല്പം മാത്രമേ വിശ്രമം ലഭിക്കുന്നുള്ളൂ. അതായത് ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്ന പോലെ, യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ ദുസ്വപ്നങ്ങളാൽ അവൻ അസ്വസ്ഥനാകുന്നു. രക്ഷയോടടുക്കുമ്പോൾ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. അതുപോലെ 8-9 വാക്യങ്ങളിൽ തിന്മയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് നോക്കാം. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് 7 ഇരട്ടയും മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തമാണ് ജലപ്രളയം ഉണ്ടായത്. അതായത് നോഹയുടെ കാലത്തിലെ ജലപ്രളയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മണ്ണിൽ നിന്ന് വരുന്നവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അതുപോലെ ജലത്തിൽ നിന്ന് വന്നവൻ ജലത്തിലേക്ക് മടങ്ങുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഓരോ പ്രവൃത്തിയെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അതായത് കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, എന്നാൽ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തൊഴുക്ക് പോലെ നഷ്ടപ്പെടും. അതായത് കുത്തൊഴുക്ക് പോലെ അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ അത് തകർന്നു പോകും. ദൈവഭയമില്ലാത്തവൻ്റെ സന്തതി ശാഖ അധികം ചൂടുകയില്ല. അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ഈ കുറച്ച് വാക്യങ്ങളിൽ എന്നേക്കും നിലനിൽക്കുന്ന കാര്യം എന്തൊക്കെയാണ്? വിശ്വസ്തതയും ദാനധർമ്മവുമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: ഭാരമുള്ള നുകം, ഭീതി, വിഭ്രാന്തി, ഉത്കണ്ഠ. ശരിയായ ഉത്തരം ഭാരമുള്ള നുകം എന്നതാണ്. അടുത്ത ചോദ്യം, അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: അന്ത്യത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, മരണദിനത്തെക്കുറിച്ച്, ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം മരണദിനത്തെക്കുറിച്ച് എന്നതാണ്. അടുത്ത ചോദ്യം, കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് ഉളവാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: അസ്വസ്ഥത, ആകുലത, ആശങ്ക, വിഭ്രാന്തി. ശരിയായ ഉത്തരം വിഭ്രാന്തി എന്നതാണ്. അടുത്ത ചോദ്യം, ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ അസ്വസ്ഥനാകുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: ഭയത്താൽ, ദുസ്വപ്നങ്ങളാൽ, ഹൃദയ ചാഞ്ചല്യത്താൽ, ഉത്കണ്ഠയാൽ. ശരിയായ ഉത്തരം ദുസ്വപ്നങ്ങളാൽ എന്നതാണ്. അടുത്ത ചോദ്യം, കൈക്കൂലിയും അനീതിയും എന്ത് ചെയ്യപ്പെടും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഇല്ലാതാക്കപ്പെടും, നശിപ്പിക്കപ്പെടും, നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, തുടച്ചു നീക്കപ്പെടും. ശരിയായ ഉത്തരം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നതാണ്.
അടുത്ത ചോദ്യം, അനീതി പ്രവർത്തിക്കുന്നവൻ്റെ സമ്പത്ത് കുത്തൊഴുക്ക് പോലെയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും തകർന്നു പോവുകയും ചെയ്യുന്നത് എന്തിനെ പോലെ? ഓപ്ഷൻസ്: ജലപ്രളയം പോലെ, ഭയാനകമായ ഇടിമുഴക്കം പോലെ, രക്തച്ചൊരിച്ചിൽ പോലെ, ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഭയാനകമായ ഇടിമുഴക്കം പോലെ എന്നതാണ്. അടുത്ത ചോദ്യം, എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ദാനധർമ്മം, നീതി, ദൈവഭയം, സ്നേഹം. ശരിയായ ഉത്തരം ദാനധർമ്മം എന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് നല്ലതുണ്ട്, എന്നാൽ അതിനേക്കാൾ നല്ലത്, അതായത് മികച്ചത് എന്തൊക്കെയാണ് എന്നാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. 19ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനെയും കാൽ വിലമതിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാനതൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ നല്ലതാണ്, അല്ലെങ്കിൽ ഇവയേക്കാൾ ആസ്വാദ്യകരമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. സ്വർണവും വെള്ളിയും നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നു, എന്നാൽ സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. 26ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു, ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. പിന്നീട് പറയുന്നത് 27ാം വാക്യത്തിൽ പറയുന്നത്, ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ഭിക്ഷാടനത്തെ പറ്റിയാണ് പ്രഭാഷകൻ പറയുന്നത്. സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അതായത്, മകനെ, ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്, എന്തെന്നാൽ ഭിക്ഷാടനത്തെക്കാൾ ഭേദമാണ് മരണം. ജീവിതം എന്ന് പറയുന്നത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നേറേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അത് അവൻ്റെ ജീവിതത്തിന് അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് അവനെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും ഇത് ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നിർലജ്ജന് ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ അത് ജ്വലിക്കുന്ന അഗ്നിയാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് എന്ത് നിലനിർത്തുന്നത്? ഓപ്ഷൻസ്: ഒരുവൻ്റെ പേര്, ഒരുവൻ്റെ കീർത്തി, ഒരുവൻ്റെ നന്മ, ഒരുവൻ്റെ പരമ്പര. ശരിയായ ഉത്തരം ഒരുവൻ്റെ പേര് എന്നതാണ്. അടുത്ത ചോദ്യം, വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്ത്? ഓപ്ഷൻസ്: ഗാനമാധുരി, ഇമ്പമുള്ള സ്വരം, നിഷ്കളങ്കയായ ഭാര്യ, ജ്ഞാനതൃഷ്ണ. ശരിയായ ഉത്തരം ജ്ഞാനതൃഷ്ണ എന്നതാണ്. അടുത്ത ചോദ്യം, കുഴലും കിന്നരവും ഗാനമാധുരി വർദ്ധിപ്പിക്കുന്നു, ഇവയേക്കാൾ ആസ്വാദ്യമായത് എന്ത്? ഓപ്ഷൻസ്: വീഞ്ഞ്, സംഗീതം, ഇമ്പമുള്ള മനുഷ്യസ്വരം, സൗന്ദര്യം. ശരിയായ ഉത്തരം ഇമ്പമുള്ള മനുഷ്യസ്വരം എന്നതാണ്. അടുത്ത ചോദ്യം, സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു, ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്ത്? ഓപ്ഷൻസ്: നല്ല സുഹൃത്ത്, സതുപദേശം, സഹോദരൻ, ജ്ഞാനം. ശരിയായ ഉത്തരം സതുപദേശം എന്നതാണ്. അടുത്ത ചോദ്യം, ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു, ഇവയേക്കാൾ അഭികാമ്യമാണ് എന്ത്? ഓപ്ഷൻസ്: വിശ്വസ്തത, കാരുണ്യം, ദാനധർമ്മം, ദൈവഭക്തി. ശരിയായ ഉത്തരം ദൈവഭക്തി എന്നതാണ്. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 40:27 എന്താണ് അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് എന്ന് പ്രഭാഷകനിൽ പറയുന്നത്? ഓപ്ഷൻസ്: ദൈവഭയം, ദൈവഭക്തി, വിശ്വസ്തത, ദാനധർമ്മം. ശരിയായ ഉത്തരം ദൈവഭക്തി എന്നതാണ്. അടുത്ത ചോദ്യം, ഒരുവൻ മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവൻ അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻസ്: നശിപ്പിക്കുന്നു, വികൃതമാക്കുന്നു, ഇല്ലാതാക്കുന്നു, മലിനമാക്കുന്നു. ശരിയായ ഉത്തരം
മലിനമാക്കുന്നു എന്നതാണ് അവസാനത്തെ ചോദ്യം. നിർലജ്ജന്റെ നാവിന് ഭിക്ഷാടനം മധുരമെങ്കിലും അവനിൽ അഗ്നി ജ്വലിക്കുന്നത് എവിടെ? ഓപ്ഷൻസ്: നാവിൽ, ഉദരത്തിൽ, മനസ്സിൽ, ഹൃദയത്തിൽ. ശരിയായ ഉത്തരം ഉദരത്തിൽ എന്നതാണ്. ലോഗോസ് ക്വിസിൻ്റെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.